ഇന്ന് ഫ്രൈഡ് റൈസാണ് വെക്കണത്. അതിന് വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് പട്ട, കുരുമുളക്, ഗ്രാമ്പു, ഏലക്കായ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് അത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണം, നമുക്കിത് അലിഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ ഇതിലോട്ട് കുതിർത്ത് വെച്ചേക്കണ അരി, അരമണിക്കൂറായി ഇത് കുതിർത്ത് വെച്ചേക്കണത്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിളച്ച് വരുമ്പോൾ ഇടയ്ക്കെടുത്ത് നോക്കണം, അല്ലെങ്കിൽ വെന്ത് പോകരുത്. അധികം വേവുന്നതിന് മുമ്പ് നമ്മൾ ഊറ്റിക്കൊള്ളണം. പിന്നെ ബീഫാണ് വെക്കണത്. ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ട് അതിൽ സവാള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളിയും കുരുമുളക് പൊടി ചതച്ചാണ് ഇട്ടേക്കണത്. പിന്നെ അതിലോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടില്ല, മസാലപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് കുക്കറ് അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ കുറച്ച് വിസിലടിച്ചിട്ട് അപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ റൈസിലോട്ട് വേണ്ട സവാള നമ്മൾ വറുത്തിടുമല്ലോ, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് വെളിച്ചെണ്ണയിലാണ് വറുത്തിടുന്നത്. അപ്പോൾ കുറച്ച് സവാള ഇട്ട് വറുത്ത് കോരി എടുക്കുകയാണ്. അപ്പോൾ അധികം വെളിച്ചെണ്ണ വേണ്ടല്ലോ, അങ്ങനെ കുറച്ച് സവാള ഇട്ട് വറുത്തെടുക്കും. എന്നിട്ട് ഇത് നല്ലോണം മുരിച്ച് നിൽക്കണം കേട്ടോ, നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. സവാള, ഇഞ്ചിയും, പച്ചമുളകൊക്കെ ബീഫ് കറി വെക്കാനായിട്ടുള്ള. പിന്നെ വെളുത്തുള്ളിയും കുരുമുളകൊക്കെ വീണ്ടും ചതച്ച് കുറച്ചും കൂടി വെച്ചിട്ടുണ്ട്, വേപ്പിലയൊക്കെ കൂടി. അതും കൂടി ഇട്ട് വാട്ടിയെടുക്കണം. അതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇതാക്കി കഴിയുമ്പോൾ ബീഫ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് മസാലപ്പൊടി, ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റൈസിനിൽ ആയിട്ടുള്ള കശുവണ്ടി നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ദമ്മാക്കാനായിട്ട് ഒരു ഇഡ്ഡലിപ്പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യും കശുവണ്ടിയും വറുത്ത് വെച്ചേക്കണ സവാളയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ അതിൻ്റെ മേലെ ചോറിട്ട് കൊടുത്ത് അങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ നമ്മൾ ദമ്മാക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ചൂടാക്കി കഴിയുമ്പോൾ എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്.